ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേരഞ്ജലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ ഓണമൊക്കെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും നല്ലതായിട്ട് ആഘോഷിച്ചെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇല്ലായിരുന്നു, നമ്മൾ നാട്ടിലൊക്കെ പോയിരിക്കുമായിരുന്നു. എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഓണത്തിൻ്റേതായിട്ട് തന്നെ ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. പൊതുവേ ഞാൻ വീഡിയോ ഇടുന്നതേ അങ്ങനെ കുറവാണ്. അതുകൊണ്ട് ഓണത്തിനൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഒന്നും തന്നെ നടന്നില്ല കേട്ടോ. നാട്ടിലൊക്കെ പോയിട്ടുള്ളത് അത്ര വലിയ രീതിയിലുള്ള ഒരു ഓണ ആഘോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്നുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷമാണല്ലോ ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ രാവിലെ അല്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 8 മണി 8:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്നപ്പോൾ പൊതുവെ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വെളിയിൽ പോയപ്പോൾ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അതിനുള്ള അരപ്പും കാര്യങ്ങളും തേങ്ങ തിരുമാൻ മടിയായതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ തേങ്ങ തിരുമാനായിട്ട്, എന്താണെന്നറിയത്തില്ല. ഇന്ന് പ്രത്യേകിച്ചും ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ കറി എല്ലാം നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരപ്പെല്ലാം കൂടെ അതിലേക്ക് അരച്ച് ചേർക്കണം. അപ്പോൾ ഇന്ന് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഫുള്ളായിട്ടൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു, നാട്ടിലൊക്കെ പോകേണ്ടതുകൊണ്ട്. പിന്നെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഏട്ടനും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിലും ഒക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഏട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ. വൈകിട്ടൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ എന്തോ ടൂൾസോ കാര്യങ്ങളോ എന്തൊക്കെയോ മേടിക്കാൻ ഏട്ടനും ഉണ്ട്. ഇന്നാട്ടോ നമുക്ക് അതിനുള്ളൊരു സമയം ഒത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകണം. ഞാൻ ആദൂട്ടിക്ക് ഏത്തക്ക പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ആൾ ബ്രെഡൊക്കെ തിന്നോളാമെന്ന് എന്നോട് സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഏത്തക്ക അവിടെ ഇരിക്കുന്ന കണ്ടാൽ പിന്നെ പുള്ളിയുടെ കണ്ണ് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത്തക്ക മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പ്രത്യേകം നിർബന്ധം കേട്ടോ, അതൊന്ന് പുഴുങ്ങി കൊടുക്കണമെന്ന്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മളല്ലാതെ കൊടുത്താൽ പൊളിച്ച് തിന്നോളും കേട്ടോ. അങ്ങനെ നമ്മൾ എലൈറ്റിൻ്റെ ബ്രെഡാട്ടോ മേടിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു ബ്രെഡാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡ് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യം ഇരിക്കുന്ന ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതിവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അത് നമ്മളങ്ങനെ മാറ്റി വെച്ചു. ചിലപ്പോൾ ഞാൻ ഇവർക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് കറി ഒഴിച്ച് കുതിർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ ഏട്ടനും കാർത്തിക്കുമുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു, നമുക്ക് പോയിട്ട് തിരിച്ച് വരികയും ചെയ്യണം. വൈകിട്ട് മുമ്പായിട്ട് തിരിച്ച് വരണം. കാരണം കാർത്തിയുടെയും ആദിയുടെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിലോട്ടുള്ള എല്ലാം അവധി എന്നുള്ളൊരു രീതിയിൽ തുറന്ന് നോക്കുന്നതില്ലായിരുന്നു. എല്ലാം ഒന്ന് സെറ്റ് ചെയ്തും എന്തൊക്കെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്യണം വന്നിട്ട്. അങ്ങനെ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് നേരെ ചാലക്കകത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യം തന്നെ ഏട്ടൻ ഇവിടുന്ന് എന്തോ ടൂൾസും കാര്യങ്ങളും മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ ചാലക്കകത്തോട്ട് ആദ്യം തന്നെ പോണത്. അങ്ങനെ ചാലക്കകത്ത് ചെന്നപ്പോഴോ മിക്ക കടകളും തന്നെ അടച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും തന്നെ മേടിക്കാനായിട്ട് പറ്റിയില്ല. എമ്മക്കല്ല കേട്ടോ, ഏട്ടനുള്ള കാര്യങ്ങളൊന്നും തന്നെ മേടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് സമയം കളഞ്ഞില്ല കേട്ടോ അധികം നേരം. നമ്മൾ നേരെ രാമചന്ദ്രനിലേക്ക് തന്നെ പോയി കേട്ടോ. അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും അവിടെയും കിട്ടും, ഇവിടെ ചാലക്കകത്തും കിട്ടും കേട്ടോ. പിന്നെ ഇന്ന് ഒട്ടുമിക്ക കടകളും ഒക്കെ അവധിയായിരുന്നു, നമുക്ക് മേടിക്കേണ്ടതായിട്ടുള്ള കടകളൊക്കെ അവധിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരെ നമ്മൾ രാമേന്ദ്രനിലോട്ട് പോയി. അവിടെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ട കേട്ടായിരുന്നു, മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ. എന്തായാലും ഇനി അവിടെ ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത് രാമചന്ദ്രയാണുള്ളത്, എന്നാൽ അവിടെ കയറിയിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചോട്ടോ. പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയി. റോഡിലൊന്നും വലിയ ആളും ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ രാമേന്ദ്രയ്ക്കകത്ത് എപ്പോഴും ആൾക്കാർ കാണുമല്ലോ. പിന്നെ ഇവിടെ ഒരു ബൊമ്മയിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല വളയൊക്കെ ഇട്ടൊരു പെൺകുട്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തൊട്ട് ആദ്യം ആ ഒരു ഇതിൽ പിടുത്തം കേട്ടോ. സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബൊമ്മ മറിച്ചവൻ താഴെ ഇട്ടേനും കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് നോക്കി കുറേ സമയം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നപ്പോൾ നമ്മൾ അങ്ങനെ മുകളിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇതിനകത്ത് കയറിയാലോ അതേ പിടിച്ച് ഞെക്കി ഇതേ പിടിച്ച് ഞെക്കി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ ചെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 ഇതുപോലത്തെ ബോക്സുകളും കാര്യങ്ങളും ഒക്കെ മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയാട്ടോ ഞാൻ വന്നത്.
അങ്ങനെ ബോക്സ് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറുത് വേണോ വലുത് വേണോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ടെൻഷനാണ്, ഏതാണ് എടുക്കേണ്ടതെന്നൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഏതൊക്കെ എല്ലാം വേണ്ട ഐറ്റംസുകൾ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നേ മനസ്സിൽ കരുതിയാണ് വന്നത്, ഇന്ന സാധനങ്ങൾ മതി എന്നൊക്കെ കരുതിയാണ് കേട്ടോ വന്നത്. പക്ഷേ എല്ലാം കാണുമ്പോൾ ഒന്ന് ഓടി നടന്നൊന്ന് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഞാൻ മേടിക്കാറുമില്ല, പക്ഷേ ഇങ്ങനെ വന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ഓയിലൊക്കെ ഒഴിക്കുന്ന ബോട്ടിൽ വേണമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഐറ്റംസും കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പിന്നെ ഓൺലൈനിൽ നിന്നോ വല്ലതും മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവിടെ നിന്ന് തന്നെ പോയി കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ കുടുക്കയുണ്ടല്ലോ അത് വേണമെന്നും പറഞ്ഞിട്ട് കുറേ കിടന്നു ഇതാക്കി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് വേണ്ട, അത് ആ ചെറുതാണ്, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ ഒരു ചൂല് കണ്ടു. ചൂല് കണ്ടപ്പോഴത്തേക്കിനും അത് നല്ല കമ്പിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ എടുത്തില്ല. അതെടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനും ഇതുപോലെ കമ്പിയൊക്കെ ആക്കി വീട്ടിലെ ചൂല് തരാമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് 2-3 ടിന്നുകൾ എനിക്ക് വേണമായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ടിന്നുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് കേട്ടോ അവിടെ. ഞാൻ ഏതെടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഏട്ടന് ഇഷ്ടപ്പെടില്ല, ഏട്ടന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം അങ്ങനെ തപ്പി നമ്മുടെ ടിന്നുകളൊക്കെ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ടിന്നുകൾക്കൊക്കെ അടപ്പിന് മുറുക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ മേടിക്കാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ എന്തായാലും അതിനുള്ള അതും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നോക്കി ഏട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇത് വേണോ ഇത് വേണോ. ഏട്ടൻ ഇങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അങ്ങനെ കുറേ ഐറ്റംസുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കാണുമ്പോൾ ആ കണ്ണിലുള്ള ഭംഗിക്കുള്ളതാട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ സമയം എനിക്ക് അവിടെ തന്നെ പോയി കേട്ടോ. കാരണം ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഏതെടുക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അങ്ങനെ ഞാൻ കുറേ അതുപോലെ ഇങ്ങനെ ടിന്നുകളും കാര്യങ്ങളും എടുത്തു. കുറേ അല്ല കേട്ടോ, കുറച്ച് ടിന്നുകളും കാര്യങ്ങളും എടുത്തു. അപ്പോൾ പിന്നെ ഒരു ജഗ്ഗ് വേണമെന്ന് കരുതി ജഗ്ഗെല്ലാം നോക്കി കേട്ടോ. പക്ഷേ ജഗ്ഗെല്ലാം മേടിച്ചായിരുന്നു, അടിപൊളി ഒരു ജഗ്ഗ് മേടിച്ചായിരുന്നു. പക്ഷേ ബില്ലടിച്ചില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മറന്നുപോയി, നമ്മളെടുത്ത് ആ കൊട്ടയിലോട്ട് വെക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അങ്ങനെ ബില്ലടിച്ച് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫുഡും കഴിച്ചേക്കാം. ഇപ്പം തന്നെ 2:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി ആട്ടോ ഇവർ മേടിച്ചത്. 2 ബിരിയാണി മേടിച്ചു, പിന്നെ ഒരു നൂഡിൽസ് എന്തോ മേടിച്ചു കേട്ടോ. ഞാനങ്ങനെ നാരങ്ങാവെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് ഞാനങ്ങനെ ബിരിയാണി തിന്നില്ല കേട്ടോ. അവരെല്ലാം കൂടെ അത് വീതിച്ചെടുത്തു, അങ്ങനെയൊക്കെ തിന്നു. പിന്നെ ഈ തമിഴ്നാട് സ്റ്റൈലൊരു ബിരിയാണി ആയതുകൊണ്ട് അത്രയ്ക്ക് അവന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുമില്ല കേട്ടോ. അതൊക്കെ കഴിക്കുന്ന ആൾ ഞാനായിരുന്നു, പക്ഷെ ഞാനൊട്ട് കഴിച്ചുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷം വൈകുന്നേരം ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. കത്തിച്ചു, കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി ഇനി അടുത്ത അംഗത്തിനുള്ള പരിപാടികളിലേക്ക് പോവുക കേട്ടോ. അടുക്കളയിലോട്ട് കയറണം. അപ്പം നമ്മളിന്ന് പോയതുകൊണ്ട് ചോറൊന്നും കറിയും ഒന്നും വെച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പം ചോറ് ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് മതി നമുക്ക്. പിന്നെ മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിനകത്ത്. ഏട്ടൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന മീനാണ് കേട്ടോ. അപ്പം ആ മീൻ ഞാനൊന്ന് ഐസൊക്കെ മാറാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊന്ന് കഷ്ണങ്ങളൊക്കെ ആക്കും കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, അവന്മാർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഏട്ടനത് കണ്ടിട്ട് കാണാത്ത പോലെ നിന്ന് കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു രണ്ടുപേരെയും പോയി പിടിച്ച് മാറ്റല്ലേ, ശരിയാവൂല, അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ കരയോ എടുക്കുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് നേരത്തെ എന്നെ പിടിച്ച് മാറ്റാൻ വേണ്ടി ഞാൻ ഏട്ടനോട് പറയാം കേട്ടോ. ഏട്ടൻ പോകാതിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മീൻ വെട്ടുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കൈയെല്ലാം നല്ലതായിട്ട് കഴുകണം, നല്ല മണമാണെങ്കിൽ പോയി ഒന്ന് മേലൊക്കെ കഴുകണം കേട്ടോ. അങ്ങനെ നല്ല വെള്ളച്ചൂരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചൂര എല്ലാവർക്കും പൊതുവെ ഇഷ്ടമൊക്കെ ആണ്. വെള്ള ചൂര ആയതുകൊണ്ട് ഒന്നും കൂടി ഇഷ്ടം കേട്ടോ മക്കൾക്കും. അങ്ങനത്തെ ഉള്ളിയൊക്കെ പൊളിച്ചതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഞാനൊന്ന് ചതച്ചൊന്ന് എടുക്കുക കേട്ടോ. ഇഞ്ചിയും ഉള്ളിയും, ഉള്ളി ഞാൻ ചതച്ചില്ല, ഇന്നൊന്ന് അരിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കാർത്തിക് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഹോംവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആക്ടിവിറ്റി പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതിക്കൊണ്ട് ആൾ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടത്തുന്നുണ്ട്. ആദൂട്ടിനെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ അപ്പുറേ വെളിയിൽ നിന്നിട്ട് എന്തൊക്കെയോ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാനെന്നാൽ പെട്ടെന്ന് മീൻ കറി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അകത്ത് അല്ലാതെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജോലികളുണ്ട്. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ചു, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ.
അപ്പം നമ്മളിവിടെ പൊതുവേ എപ്പോഴും മുളകിനകത്താണ് വെക്കുന്നത്. പക്ഷെ ഞാൻ എന്നും വെക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് വ്യത്യാസത്തിലാട്ടോ ഇന്ന് വെക്കുന്നത്. പിന്നെ ഇതേൻ്റെ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചില്ല കേട്ടോ ഞാൻ ഈ വട്ടം ഉള്ളിയെ, അല്ലെങ്കിൽ ഞാൻ ചതച്ചാട്ടോ ഇടുന്നത്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തൊന്ന് കിടന്നിട്ട് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു തക്കാളി കേട്ടോ. ഒരു തക്കാളി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇല്ലാതെ നമുക്ക് എന്ത് കറി വെക്കാനല്ലേ. അപ്പം കറിവേപ്പിലയ്ക്കകത്ത് എനിക്ക് കൈവശം തന്നിരിക്കുന്നതാണ് ഏട്ടൻ പറഞ്ഞത്. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കുടഞ്ഞിട്ടങ്ങ് മറിക്കും. അപ്പോൾ ഇന്ന് അത്രയൊന്നും മറിക്കാൻ വേണ്ടിയുള്ള കറിവേപ്പിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പുളിയാട്ടോ ഇടുന്നത്. പുളി ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമ്മുടെ ആ ഒരു തിള വരുന്നിടം വരെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒന്ന് തിളച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ ചാറ്. അതിനുശേഷം മീനിട്ട് കൊടുക്കുക. മീനിട്ട് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം മീനൊക്കെ ഒന്ന് മുങ്ങാനായിട്ട് ഉള്ളത് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. തോരൻ ഇന്നലെ വെച്ചിരുന്നതാണ്. ഇന്നലെ ഉച്ചയാകാറായി തോരനൊക്കെ വെച്ച്, ആ ഉച്ചയ്ക്ക് കൂട്ടിയതിന് ശേഷം എടുത്ത് വെച്ച കേട്ടോ. പിന്നെ വൈകിട്ട് എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ അതും കൂടെ ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇവർ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് ഞാൻ ഒതുക്കി പെറുക്കി ഒന്ന് വെക്കുക കേട്ടോ. ഒന്ന് തൂത്ത് ഇന്ന് നമ്മൾ പോയിട്ട് വന്നപ്പോഴേ തന്നെ ഞാൻ പാത്രവും കാര്യങ്ങളും എല്ലാം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം തന്നെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് പാത്രവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് അവൻ പഠിക്കുന്നിടത്തോട്ടാണ് കേട്ടോ. അപ്പം പഠിക്കുന്നിടത്ത് പോകുന്നിടത്ത് കുന്ന് കണക്കിന് തുണി അലക്കിക്കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിക്കും ഒന്ന് മടക്കി വെക്കണം. ഇന്നലെ അലക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ തുണിയെല്ലാം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഇരുന്ന് എഴുതിക്കൊണ്ടും ഇരിക്കുക കേട്ടോ. ഇത്രയും ദിവസം അവധി കിട്ടിയിട്ട് ആൾക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നാട്ടോ ആൾ എഴുതുന്നത്. സത്യം പറഞ്ഞാൽ ആൾ മറന്നുപോയി കേട്ടോ. ചില ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് പുള്ളി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കൂടെ ഞാൻ എല്ലാം ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം ഇവർക്ക് ഇനി എക്സാമാണ് സെമ്മിൻ്റെ, അപ്പോൾ കംപ്ലീറ്റ് ആക്കാനുള്ളതും എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് വരണമെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് ആളോട് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് ഞാൻ എല്ലാം എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടിലും നാളെ കൂട്ടാനായിട്ട് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇട്ടു. അങ്ങനെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ എല്ലായിടവും തൂത്തും എല്ലാം വാരി നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഇനി കിടക്കാൻ പോകും കേട്ടോ. അപ്പോൾ 3 ആളുടെ അനക്കമൊന്നും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ 3 ആളും കിടന്നുറങ്ങി. അപ്പോൾ നാളെ പഠിത്തമുള്ളതുകൊണ്ട് 2 ആളും നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൂടെ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.